എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നോക്കുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. നമ്മൾ സാധാരണ സംസാരിക്കുമ്പം ഇങ്ങനെ ചോദിക്കാറില്ലേ, അതായത് ചിന്തിക്കാൻ എന്താണുള്ളത് അല്ലെങ്കിൽ കരയാൻ എന്താണുള്ളത്. സോ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാൻ ജസ്റ്റ് ഈ ഒരു ഫ്രേസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. വാട്ട് ഈസ് ദെയർ ടു. സോ ചിന്തിക്കാൻ എന്താണുള്ളത് എന്നെങ്ങനെ ചോദിക്കും? വാട്ട് ഈസ് ദെയർ ടു തിങ്ക്. വാട്ട് ഈസ് ദെയർ ടു തിങ്ക്. തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. സോ വാട്ട് ഈസ് ദെയർ ടു തിങ്ക് എന്ന് പറഞ്ഞാലോ എന്താണ് ചിന്തിക്കാനുള്ളത് എന്നാണ് മീനിങ്. വാട്ട് ഈസ് ദെയർ ടു തിങ്ക്. ഇതേപോലെ ചിരിക്കാൻ എന്താണുള്ളത് എന്നെങ്ങനെ ചോദിക്കും? വാട്ട് ഈസ് ദെയർ ടു ലാഫ്. വാട്ട് ഈസ് ദെയർ ടു ലാഫ്. ലാഫ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക. സോ ചിരിക്കാൻ എന്താണുള്ളത് എന്ന് ചോദിക്കാൻ വാട്ട് ഈസ് ദെയർ ടു ലാഫ്. ഇതേപോലെ തന്നെ ഒളിക്കാൻ എന്താണുള്ളത് എന്നെങ്ങനെ ചോദിക്കും? വാട്ട് ഈസ് ദെയർ ടു ഹൈഡ്. വാട്ട് ഈസ് ദെയർ ടു ഹൈഡ്. ഹൈഡ് എന്ന് പറഞ്ഞാൽ മറയ്ക്കുക അല്ലെങ്കിൽ ഒളിക്കുക എന്നൊക്കെയാണ് മീനിങ്. സോ മറയ്ക്കാൻ എന്താണുള്ളത് എന്ന് ചോദിക്കാനാണ് വാട്ട് ഈസ് ദെയർ ടു ഹൈഡ്. സോ ഇവിടെ നമ്മൾ പറഞ്ഞത് ഒളിക്കുക അല്ലെങ്കിൽ ചിരിക്കുക, കരയുക, ഇതൊക്കെ ഒരു പ്രവൃത്തിയാണല്ലേ. പക്ഷേ നമ്മളൊരു അവസ്ഥയെക്കുറിച്ച് പറയുമ്പം, അതായത് സന്തോഷിക്കാൻ എന്താണുള്ളത് എന്ന് ചോദിക്കുമ്പം അവിടെ വാട്ട് ഈസ് ദെയർ ടു ബി ഹാപ്പി എന്നാണ് പറയേണ്ടത്. വാട്ട് ഈസ് ദെയർ ടു ബി ഹാപ്പി. ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം. സോ സന്തോഷിക്കാൻ എന്ന് പറയാനാണ് ടു ബി ഹാപ്പി എന്ന് പറഞ്ഞത്. സോ വാട്ട് ഈസ് ദെയർ ടു ബി ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാൻ എന്താണുള്ളത് എന്നാണ് മീനിങ്. ഇതേപോലെ തന്നെ സങ്കടപ്പെടാൻ എന്താണുള്ളത് എന്നെങ്ങനെ ചോദിക്കും? വാട്ട് ഈസ് ദെയർ ടു ബി സാഡ്. വാട്ട് ഈസ് ദെയർ ടു ബി സാഡ്. സാഡ് എന്ന് പറഞ്ഞാൽ സങ്കടം. അപ്പം ടു ബി സാഡ് എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടാൻ എന്നുള്ള മീനിങ് ആണ്. സോ വാട്ട് ഈസ് ദെയർ ടു ബി സാഡ് എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടാൻ എന്താണുള്ളത് എന്നാണ് മീനിങ്. ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കത്തില്ലേ, അത് ഇവിടെ നിന്ന് ദൂരെയാണോ അല്ലെങ്കിൽ അത് അടുത്താണോ അല്ലെങ്കിൽ അത് സാധ്യമാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നമ്മൾ ഈസ് ഇറ്റ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. സോ അത് ഇവിടെ നിന്ന് ദൂരെയാണോ എന്നെങ്ങനെ ചോദിക്കും? ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ. ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ. ഫാർ ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ദൂരെ എന്നാണ്. ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ എന്ന് പറഞ്ഞാലോ അത് ഇവിടെ നിന്ന് ദൂരെയാണോ. ഈസ് ഇറ്റ് ഫാർ ഫ്രം ഹിയർ. അതേപോലെ അത് അടുത്താണോ എന്നെങ്ങനെ ചോദിക്കും? ഇസ് ഇറ്റ് നിയർ ബൈ. ഇസ് ഇറ്റ് നിയർ ബൈ. നിയർ ബൈ എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നാണ് മീനിങ്. സോ ഇസ് ഇറ്റ് നിയർ ബൈ എന്ന് പറഞ്ഞാൽ അത് അടുത്താണോ എന്നാണ് മീനിങ്. ഇസ് ഇറ്റ് നിയർ ബൈ. അതേപോലെ തന്നെ അത് സാധ്യമാണോ എന്നെങ്ങനെ ചോദിക്കും? ഇസ് ഇറ്റ് പോസിബിൾ. ഇസ് ഇറ്റ് പോസിബിൾ. പോസിബിൾ എന്ന് പറഞ്ഞാൽ സാധ്യം. സോ അത് സാധ്യമാണോ എന്ന് ചോദിക്കാൻ ഇസ് ഇറ്റ് പോസിബിൾ. ഇനി നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നു, അപ്പം അവിടെ വില കൂടിയ സാധനങ്ങൾ കാണിക്കുമ്പം വില കുറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ, അതെങ്ങനെ ചോദിക്കും? ഈസ് ദെയർ എനിത്തിങ് ചീപ്പർ. ഈസ് ദെയർ എനിത്തിങ് ചീപ്പർ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. ചീപ്പർ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞത് എന്നാണ് മീനിങ്. സോ ഈസ് ദെയർ എനിത്തിങ് ചീപ്പർ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് മീനിങ്. എനിത്തിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും. ഇനി നിങ്ങൾ വിദേശത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ, നിങ്ങൾ കേരളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവും കേരളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫും കേരളത്തിൽ നിന്നാണോ എന്ന് ചോദിക്കത്തില്ലേ, അതെങ്ങനെയാണ് ചോദിക്കുന്നത്? നിങ്ങളുടെ ഭർത്താവും കേരളത്തിൽ നിന്നാണോ. ഈസ് യുവർ ഹസ്ബൻഡ് ഓൾസോ ഫ്രം കേരള. ഈസ് യുവർ ഹസ്ബൻഡ് ഓൾസോ ഫ്രം കേരള എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവും കേരളത്തിൽ നിന്നാണോ എന്നാണ് മീനിങ്. ഇവിടെ ഓൾസോ യൂസ് ചെയ്തത് ഭർത്താവും എന്നുള്ള ഒരു മീനിങ് വരാൻ വേണ്ടിയിട്ടാണ്. ഈസ് യുവർ ഹസ്ബൻഡ് ഓൾസോ ഫ്രം കേരള. നിങ്ങളുടെ ഭർത്താവും കേരളത്തിൽ നിന്നാണോ എന്നാണ് മീനിങ്. ഇനി ഈ പേന നിങ്ങളുടേതാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഈസ് ദിസ് പെൻ യുവേഴ്സ്. ഈസ് ദിസ് പെൻ യുവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പേന നിങ്ങളുടേതാണോ എന്നാണ് മീനിങ്. യുവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടേത്. ഈസ് ദിസ് പെൻ യുവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പേന നിങ്ങളുടേതാണോ എന്നാണ് അർത്ഥം. ഇനി നിങ്ങളുടെ സഹോദരൻ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഈസ് യുവർ ബ്രദർ അറ്റ് ഹോം. ഈസ് യുവർ ബ്രദർ അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹോദരൻ വീട്ടിലുണ്ടോ എന്നാണ്. അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിൽ. സോ ഈസ് യുവർ ബ്രദർ അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ സഹോദരൻ വീട്ടിലുണ്ടോ എന്നാണ് മീനിങ്. ഇനി വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഈസ് എനിവൺ എൽസ് കമ്മിങ്? ഈസ് എനിവൺ എൽസ് കമ്മിങ്? എനിവൺ എൽസ് എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും എന്നാണ്. കം എന്ന് പറഞ്ഞാൽ വരിക എന്നാണ്. സോ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ് ഈസ് എനിവൺ എൽസ് കമ്മിങ്? ഈസ് എനിവൺ എൽസ് കമ്മിങ്? ഇനി നമുക്കൊരു കാര്യം ചെയ്യണം എന്ന് പറയണമെങ്കിൽ ഐ വോണ്ട് ടു എന്നുള്ള ഫ്രേസാണ് യൂസ് ചെയ്യേണ്ടത്. സോ എനിക്ക് അവിടെ പോകണം എന്നെങ്ങനെ പറയും? ഐ വോണ്ട് ടു ഗോ ദർ. ഐ വോണ്ട് ടു ഗോ ദർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ പോകണം എന്നാണ് മീനിങ്. ഗോ ദർ എന്ന് പറഞ്ഞാൽ അവിടെ പോവുക. സോ ഐ വോണ്ട് ടു ഗോ ദർ എന്ന് പറഞ്ഞാൽ എനിക്കവിടെ പോകണം. എനിക്കിത് വാങ്ങണം എന്നെങ്ങനെ പറയും? ഐ വോണ്ട് ടു ബൈ ദിസ്. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക. സോ ഐ വോണ്ട് ടു ബൈ ദിസ് എന്ന് പറഞ്ഞാൽ എനിക്കിത് വാങ്ങണം എന്നാണ് മീനിങ്. എനിക്ക് ഒരു ബൈക്ക് ഓടിക്കണം. അതെങ്ങനെ പറയും? ഐ വോണ്ട് ടു റൈഡ് എ ബൈക്ക്. ഐ വോണ്ട് ടു റൈഡ് എ ബൈക്ക്. റൈഡ് എ ബൈക്ക് എന്ന് പറഞ്ഞാൽ ബൈക്ക് ഓടിക്കുക എന്നാണ്. സോ ഐ വോണ്ട് ടു റൈഡ് എ ബൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ബൈക്ക് ഓടിക്കണം എന്നാണ് മീനിങ്. ഇനി എനിക്ക് സന്തോഷവാനായിട്ടിരിക്കണം എന്ന് പറയണമെങ്കിലോ? അതൊരവസ്ഥയാണല്ലേ. അപ്പം ഐ വോണ്ട് ടു ബി ഹാപ്പി. ഐ വോണ്ട് ടു ബി ഹാപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷവാനായിട്ട് ഇരിക്കണം എന്നാണ് മീനിങ്. ഐ വോണ്ട് ടു ബി ഹാപ്പി. ഇനി അടുത്തത് ഞാനിത് കണ്ടിട്ടുണ്ട്. അതെങ്ങനെ പറയും? ഐ ഹാവ് സീൻ ഇറ്റ്. ഐ ഹാവ് സീൻ ഇറ്റ്. എപ്പോഴും ഓർക്കുക, ഹാവ് യൂസ് ചെയ്യുമ്പം V3 ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യുന്നത്. അപ്പം സീ എന്ന വേർബിൻ്റെ V3 ഫോമാണ് സീൻ. സീ എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ് മീനിങ്. ഇനി അടുത്തത് നിന്റെ പക്കൽ എത്ര രൂപയുണ്ട്? അതെങ്ങനെ ചോദിക്കും? ഹൗ മച്ച് മണി ഡു യു ഹാവ്? ഹൗ മച്ച് മണി ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ നിന്റെ പക്കൽ എത്ര രൂപയുണ്ട് എന്നാണ്. ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്ര എന്നാണ് മീനിങ്. ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ നിന്റെ പക്കൽ ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. സോ ഹൗ മച്ച് മണി ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ നിന്റെ പക്കൽ എത്ര രൂപയുണ്ട് എന്നാണ് അർത്ഥം. ഇനി നീ എത്ര രൂപ സമ്പാദിക്കുന്നു എന്നെങ്ങനെ ചോദിക്കും? ഹൗ മച്ച് മണി ഡു യു മേക്ക്? ഹൗ മച്ച് മണി ഡു യു മേക്ക്? അതിൻ്റെ മീനിങ് നിങ്ങൾ എത്ര രൂപ സമ്പാദിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത് അവിടെ കാലാവസ്ഥ എങ്ങനെയുണ്ട്? അതെങ്ങനെ ചോദിക്കും? ഹൗ ഇസ് ദ വെദർ ദർ? ഹൗ ഇസ് ദ വെദർ ദർ? വെദർ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ. സോ ഹൗ ഇസ് ദ വെദർ ദർ എന്ന് പറഞ്ഞാൽ അവിടെ കാലാവസ്ഥ എങ്ങനെയുണ്ട് എന്നാണ് അർത്ഥം. നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്നെങ്ങനെ ചോദിക്കും? ഹൗ ഈസ് യുവർ വർക്ക് ഗോയിങ്? ഹൗ ഈസ് യുവർ വർക്ക് ഗോയിങ് എന്ന് പറഞ്ഞാൽ നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്നാണ് മീനിങ്. ഇനി അടുത്തത് ഇതിന് എത്രയാണ് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൗ മച്ച് ഇസ് ഇറ്റ്? ഹൗ മച്ച് ഇസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് എത്രയാണ് എന്നാണ് മീനിങ്. ഇനി അതിന് എത്രയാണ് എന്ന് ചോദിക്കണമെങ്കിലോ? ഹൗ മച്ച് ഈസ് ദാറ്റ്? ഹൗ മച്ച് ഇസ് ദാറ്റ്? ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്നാണ്. സോ ഹൗ മച്ച് ഇസ് ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിന് എത്രയാണ് എന്നാണ് അർത്ഥം. ഇനി ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഇവയ്ക്ക് എത്രയാണ് എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? ഹൗ മച്ച് ആർ ദീസ്? ഹൗ മച്ച് ആർ ദീസ്? ഇവിടെ ഒന്നിൽ കൂടുതലുണ്ട്, അതുകൊണ്ടാണ് അവിടെ ആർ യൂസ് ചെയ്തത്. സോ ഹൗ മച്ച് ആർ ദീസ് എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് എത്രയാണ് എന്നാണ് മീനിങ്. ഇനി നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തു, നമ്മളപ്പോൾ ഫോൺ വിളിച്ച് നന്ദി പറയുവാണ്. അപ്പം നമ്മളിങ്ങനെ പറയത്തില്ലേ, ഞാൻ വിളിക്കുന്നത് നന്ദി പറയാനാണ്. അതെങ്ങനെ പറയും? ഐ ആം കോളിംഗ് ടു താങ്ക് യു. ഐ ആം കോളിംഗ് ടു താങ്ക് യു. ഐ ആം കോളിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുന്നത് എന്നാണ് മീനിങ്. ടു താങ്ക് യു എന്ന് പറഞ്ഞാൽ നന്ദി പറയാനാണ് എന്നാണ് അർത്ഥം. സോ ഐ ആം കോളിംഗ് ടു താങ്ക് യു എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുന്നത് നന്ദി പറയാനാണ് എന്നാണ് മീനിങ്. ഇതേപോലെ തന്നെ ഞാൻ വിളിക്കുന്നത് നിന്നെ ഓർമ്മിപ്പിക്കാനാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ആം കോളിംഗ് ടു റിമൈൻഡ് യു. ഐ ആം കോളിംഗ് ടു റിമൈൻഡ്
യു. റിമൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിക്കുക എന്നാണ്. സോ ഐ ആം കോളിംഗ് ടു റിമൈൻഡ് യു എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുന്നത് നിന്നെ ഓർമ്മിപ്പിക്കാനാണ് എന്നാണ് അർത്ഥം. ഇനി നമ്മൾ എന്തെങ്കിലും കാര്യം ശീലിച്ചു പോയെങ്കിൽ നമ്മൾ പറയത്തില്ലേ, അതെനിക്ക് ശീലമായി. അതെങ്ങനെ പറയും? ഐ ആം യൂസ് ടു ഇറ്റ്. ഐ ആം യൂസ് ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ അതെനിക്ക് ശീലമായി എന്നാണ് അർത്ഥം. ഐ ആം യൂസ് ടു ഇറ്റ്. ഇനി ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് ശീലിച്ചിരിക്കുന്നു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ആം യൂസ് ടു ലിവിങ് അലോൺ. ഐ ആം യൂസ് ടു ലിവിങ് അലോൺ. ലീവ് അലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് താമസിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ ഐ ആം യൂസ് ടു ലിവിങ് അലോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് ശീലിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഞാൻ ശീലിച്ചിട്ടില്ല എന്ന് പറയണമെങ്കിലോ, അതായത് ഇതിൻ്റെ നെഗറ്റീവ്, ഐ ആം യൂസ് ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ശീലമായി എന്നാണ്. അപ്പം ഐ ആം നോട്ട് യൂസ് ടു എന്ന് പറഞ്ഞാൽ എനിക്ക് ശീലമില്ല അല്ലെങ്കിൽ ഞാൻ ശീലിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. സോ ഞാൻ അധികം സംസാരിച്ച് ശീലിച്ചിട്ടില്ല എന്നെങ്ങനെ പറയും? ഐ ആം നോട്ട് യൂസ് ടു ടോക്കിംഗ് ടു മച്ച്. ഐ ആം നോട്ട് യൂസ് ടു ടോക്കിംഗ് ടു മച്ച്. ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. ടോക്ക് ടു മച്ച് എന്ന് പറഞ്ഞാലോ അധികം സംസാരിക്കുക. സോ അധികം സംസാരിച്ച് ശീലിച്ചിട്ടില്ല എന്ന് പറയാനാണ് ഐ ആം നോട്ട് യൂസ് ടു ടോക്കിംഗ് ടു മച്ച്. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉടനെ ചെയ്യുക എന്ന് പറയത്തില്ലേ, അപ്പം അവിടെ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് റൈറ്റ് അവേ. റൈറ്റ് എവേ എന്ന് പറഞ്ഞാൽ ഉടനെ എന്നാണ് മീനിങ്. സോ ഉടനെ ചെയ്യുക എന്നെങ്ങനെ പറയും? ഡു ഇറ്റ് റൈറ്റ് അവേ. ഡു ഇറ്റ് റൈറ്റ് അവേ. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക. സോ ഡു ഇറ്റ് റൈറ്റ് അവേ എന്ന് പറഞ്ഞാൽ അത് ഉടനെ ചെയ്യുക എന്നാണ് മീനിങ്. ഇതേപോലെ തന്നെ ഉടനെ പോയി അവനെ വിളിക്ക്. അതെങ്ങനെ പറയും? ഗോ ആൻഡ് കോൾ ഹിം റൈറ്റ് അവേ. ഗോ ആൻഡ് കോൾ ഹിം റൈറ്റ് അവേ. ഗോ എന്ന് പറഞ്ഞാൽ പോവുക, കോൾ ഹിം എന്ന് പറഞ്ഞാൽ അവനെ വിളിക്കുക എന്നാണ്. സോ ഉടനെ പോയി അവനെ വിളിക്കുക എന്ന് പറയാനാണ് ഗോ ആൻഡ് കോൾ ഹിം റൈറ്റ് അവേ. ഇനി അടുത്തത് ഞാൻ നാളെ പുറപ്പെടുന്നു. ഇതെങ്ങനെ പറയും? ഐ ആം ലീവിങ് ടുമോറോ. ഐ ആം ലീവിങ് ടുമോറോ. ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ എന്നാണ്. ലീവ് എന്ന് പറഞ്ഞാൽ പുറപ്പെടുക. സോ ഐ ആം ലീവിങ് ടുമോറോ എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ പുറപ്പെടുന്നു എന്നാണ്. ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം, ഇത് നാളത്തെ കാര്യമല്ലേ, അതുകൊണ്ട് ഫ്യൂച്ചർ ടെൻസിലല്ലേ പറയേണ്ടതെന്ന് അല്ലേ. പക്ഷേ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും യൂസ് ചെയ്യാം. ഇനി അടുത്തത് ഞാൻ നിനക്കായി കാത്തു നിൽക്കുന്നു. അതെങ്ങനെ പറയും? ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. വെയിറ്റ് എന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കുക എന്നാണ്. ഫോർ യു എന്ന് പറഞ്ഞാൽ നിനക്കായി. സോ ഞാൻ നിനക്കായി കാത്തു നിൽക്കുന്നു എന്നെങ്ങനെ പറയും? ഐ ആം വെയിറ്റിംഗ് ഫോർ യു. അടുത്തത് എനിക്ക് ഉറപ്പില്ല. അതെങ്ങനെ പറയും? ഐ ആം നോട്ട് ഷുവർ. ഐ ആം നോട്ട് ഷുവർ. ഷുവർ എന്ന് പറഞ്ഞാൽ ഉറപ്പ് എന്നാണ്. അപ്പോൾ ഉറപ്പില്ല എന്ന് പറയാനാണ് നോട്ട് ഷുവർ എന്ന് പറഞ്ഞത്. സോ എനിക്ക് ഉറപ്പില്ല എന്നെങ്ങനെ പറയും? ഐ ആം നോട്ട് ഷുവർ. ഇനി അടുത്തത് ഞാൻ പിന്നീട് തിരികെ വിളിക്കാം അല്ലെങ്കിൽ തിരിച്ചു വിളിക്കാം. അതെങ്ങനെ പറയും? ഐ വിൽ കോൾ ബാക്ക് ലേറ്റർ. ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ വിൽ യൂസ് ചെയ്തത്. ഐ വിൽ കോൾ ബാക്ക് ലേറ്റർ. കോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ച് വിളിക്കുക എന്നാണ്. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട്. സോ ഞാൻ പിന്നീട് തിരികെ വിളിക്കാം എന്ന് പറയാനാണ് ഐ വിൽ കോൾ ബാക്ക് ലേറ്റർ. ഇനി അടുത്തത് ഞാൻ നിന്നെ ചൊവ്വാഴ്ച വിളിക്കാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ വിൽ കോൾ യു ഓൺ ട്യൂസ്ഡേ. ഐ വിൽ കോൾ യു ഓൺ ട്യൂസ്ഡേ. ഒരു ദിവസം പറയുമ്പോൾ നമ്മളെപ്പോഴും ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഐ വിൽ കോൾ യു ഓൺ ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ചൊവ്വാഴ്ച നിന്നെ വിളിക്കാം എന്നാണ് മീനിങ്. ഇനി അടുത്തത് നീ വിളിച്ചെന്ന് ഞാൻ അവനോട് പറയാം. അതെങ്ങനെ പറയും? ഐ വിൽ ടെൽ ഹിം യു കോൾഡ്. ഐ വിൽ ടെൽ ഹിം യു കോൾഡ്. ഐ വിൽ ടെൽ ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് പറയാം എന്നാണ്. യു കോൾഡ് എന്ന് പറഞ്ഞാൽ നീ വിളിച്ചെന്ന്. സോ നീ വിളിച്ചെന്ന് ഞാൻ അവനോട് പറയാം എന്നെങ്ങനെ പറയും? ഐ വിൽ ടെൽ ഹിം യു കോൾഡ്. ഇനി അടുത്തത് സത്യത്തിൽ അതെനിക്കിഷ്ടമല്ല. അതെങ്ങനെ പറയും?
ആക്ച്വലി ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ആക്ച്വലി ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ആക്ച്വലി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അല്ലെങ്കിൽ സത്യത്തിൽ എന്നുള്ള മീനിങ് ആണ്. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമില്ല എന്നാണ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്നാണ് അർത്ഥം. സോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് നമ്മൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.